അപ്പോൾ ഭാഷാജ്ഞാനിൽ ശബ്ദോं को सही अर्थ से मिलाइए और वाक्यों में प्रयोग कीजिए എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ്ങും വാക്യത്തിൽ പ്രയോഗിക്കലും മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ വേർഡ് ആദ്യം എഴുതണം, അതിൻ്റെ നേരെ വേണം ഈ വേർഡ് മീനിങ് എഴുതാൻ, അതിനുശേഷം വാക്യത്തിൽ പ്രയോഗിക്കൽ എഴുതണം. ഓക്കെ. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കുക. നിമ്നലിഖിത ഗദ്യാംശ കോ ഉചിത വിരാമ ചിഹ്നോं का प्रयोग कीजिए. താഴെ തന്നിരിക്കുന്ന ഗദ്യാംശമുണ്ട്, ആ ഗദ്യാംശത്തിന് ഉചിത വിരാമ ചിഹ്നോं का प्रयोग कीजिए. കറക്റ്റായ വിരാമ ചിഹ്നങ്ങൾ മുമ്പേ പഠിച്ചതാണ് നിങ്ങൾ. വിരാമ ചിഹ്നങ്ങൾ, ഫുൾ സ്റ്റോപ്പ്, കൊമ ഒക്കെ ഉള്ളത്, എക്സ്ക്ലമേഷൻ, അങ്ങനെ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ലൈൻസാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ओके. भारत में मनाए जाने वाले प्रत्येक त्यौहार की अपनी अपनी विशेषताएं हैं. किसी का संबंध पौराणिक घटना से है तो कई त्यौहार अवतारी सिद्ध पुरुषों की पुण्य स्मृति से संबंधित है. जन्माष्टमी कृष्ण जयंती से संबंधित है तो शिवरात्रि शिव से संबंधित है. शिवरात्रि हिंदुओं का प्रमुख त्यौहार है. फाल्गुन चतुर्दशी को शिवरात्रि का पर्व मनाया जाता है. माना जाता है कि सृष्टि के प्रारंभ में इसी दिन मध्यरात्रि को भगवान शंकर का ब्रह्मा से रुद्र के रूप में अवतरण हुआ था. प्रलय की बेला में इसी दिन प्रदोष के समय भगवान शिव ने तांडव करते हुए अपने तीसरे नेत्र की ज्वाला से ब्रह्मांड को समाप्त कर दिया था. इसीलिए इसे महाशिवरात्रि अथवा कालरात्रि कहा गया है. ഇത് മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പേജ് അല്ലേ, പേജ് 92ലുള്ള ഫസ്റ്റിലത്തെ പാരഗ്രാഫാണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എല്ലാ ചിഹ്നങ്ങളും. അപ്പോൾ അതൊന്ന് മറിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ചിഹ്നങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് മിസ് പ്രത്യേകം തരേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉള്ളതാണ്. भारत ഒന്നാമത്തത് भारत में मनाए जाने वाले प्रत्येक त्योहारों की अपनी अपनी विशेषताएं हैं. അവിടത്തേക്ക് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത്. ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ കുത്തല്ല, നേരെ ഒരു വരയാണ്. സാധാരണ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെയാണ് ഒരു ചെറിയ ഡോട്ട് ഫുൾ സ്റ്റോപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഹിന്ദിയിൽ അത് നേരെ എന്താണ്, ഒരു ലൈനാണ് അല്ലേ, ഒരു വര. കിസി കാ സംബന്ധ पौराणिक घटना से है, അവിടെ ഒരു കോമ. तो कई त्योहार अवतारी सिद्ध पुरुषों की पुण्य स्मृति से संबंधित है, അവിടെയും ഫുൾ സ്റ്റോപ്പ്. जन्माष्टमी कृष्ण जयंती से संबंधित है, कोमा. तो शिवरात्रि शिव से संबंधित है, ശിവരാത്രി ശിവനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെയോ संबंधित है, അവിടെയും ഫുൾ സ്റ്റോപ്പ്. शिवरात्रि हिंदुओं का प्रमुख त्यौहार है, फुल स्टॉप. फाल्गुन चतुर्दशी को शिवरात्रि का पर्व मनाया जाता है, फुल स्टॉप. माना जाता है कि सृष्टि के प्रारंभ में इसी दिन मध्यरात्रि को भगवान शंकर का ब्रह्मा से रुद्र के रूप में अवतरण हुआ था, അവിടെയും എന്താണ് വേണ്ടത്, ഫുൾ സ്റ്റോപ്പ് അല്ലേ. प्रलय की बेला में इसी दिन प्रदोष के समय भगवान शिव ने तांडव करते हुए अपने तीसरे नेत्र की ज्वाला से ब्रह्मांड को समाप्त कर दिया था, അവിടെയും ഫുൾ സ്റ്റോപ്പ്. നടുക്ക് എന്നും ആരും ആരോടും സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ രീതിയിലോ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റൻസ് തുടങ്ങി തീരുമ്പോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. ഇസിലിയെ ഇസേ മഹാശിവരാത്രി, ആ മഹാശിവരാത്രി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ചെറിയ ഇൻവെർട്ടഡ് കൊമയിൽ സിംഗിൾ ഇൻവെർട്ടഡ് കൊമയിൽ എഴുതി. അഥവാ കാളരാത്രി, അതും ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ്, അതുകൊണ്ട് അതും സിംഗിൾ ഇൻവെർട്ടഡ് കൊമ. കഹാ ഗയാ ഹെ, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഈ പാരഗ്രാഫിനെ കംപ്ലീറ്റ് ആക്കി എഴുതി വെക്കുക. ഓക്കെ. നമഃ ശിവായ. बाकी निगले विषय संबंधी क्रियाकलाप सोचिए और बताइए. पर्व धर्म की रक्षा करते हैं, इस विषय पर अपने विचार प्रस्तुत कीजिए. पर्व राष्ट्रीय एकता के प्रतीक होते हैं, इस विषय पर चर्चा कीजिए. നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
അടുത്തത് നിങ്ങൾക്ക് അപ്നെ പ്രിയ പർവ് കെ ബാരെ മേ ലിഖിയെ പേജ് നമ്പർ 96. പ്രിയപ്പെട്ട ആഘോഷത്തിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ത്യോഹാർ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനെപ്പറ്റി എഴുതുക. शिवरात्रि का पर्व जीवों पर दया करना सिखलाता है. आपको भी जीवों पर दया करनी चाहिए. इसके लिए आप क्या करेंगे? जैसे जितना हो सके उतना शाकाहारी बनोगे, प्राणियों की हत्या नहीं करोगे. അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ സ്വയം എഴുതേണ്ടതാണ്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ജീവോം പർ എന്താണ് अन्याय होने से रोकना, प्राणी दया संघ के लिए कार्य करना, बीमार जीवों की सेवा करना, जीवों की सुरक्षा करना. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസുകൾ എഴുതി ചേർക്കാം. ഓക്കെ. അടുത്ത തൊട്ട് താഴെ ക്രിയാകലാപ് क्षमा, शांति, दया, अहिंसा के साथ शुद्ध आचरण का उपदेश देने वालों में ईसा मसीह भी थे. ईसा मसीह എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. उनके जीवन की चर्चा करके उनके बारे में लिखिए. जैसे ईसा मसीह मानवता के पुजारी थे. യേശു ക്രിസ്തു മനുഷ്യത്വത്തിൻ്റെ പുജാരിയായിരുന്നു. അതേപോലെ കുറച്ച് സെൻറ്റൻസ് 4 സെൻറ്റൻസ് നിങ്ങൾ സ്വയം ഉണ്ടാക്കി എഴുതണം. ईसा मसीह शांति दूत थे എന്ന് എഴുതാം. ईसा मसीह ने स्वयं को भगवान का दूध माना. ईसा मसीह ने असहायों की सेवा की. ईसा मसीह ने दूसरों के लिए सुख झेले मीन्स दुख झेले. സുഖമല്ല ദുഃഖ झेले എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിച്ചു. ദൂസറോं के लिए दुख का अनुभव किया എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നത് ക്രിയാകലാപിൽ भारत में मनाए जाने वाले कुछ प्रमुख पर्वों के नामों की सूची बनाइए. किसी एक त्यौहार के विषय में संबंधित जानकारी दीजिए. അപ്പോൾ ഭാരതത്തിൽ ആഘോഷിക്കുന്ന ഉത്സവങ്ങളുടെ സൂചി എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്തൊക്കെ ആഘോഷങ്ങൾ സ്റ്റേറ്റ് വൈസ് ഭാരതത്തിലെ മുഴുവൻ സ്റ്റേറ്റിനെയും ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റേറ്റ് വൈസ് എന്തൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അത്. किसी एक त्योहार के विषय में സംക്ഷിപ്ത ജാൻകാരി ദീജിയെ. എന്നിട്ട് ഏതെങ്കിലും ഒരു ആഘോഷത്തിനെ പറ്റി ഒരു ഷോർട്ടായിട്ടുള്ള വിവരണം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മക്കൾ തീർച്ചയായും പ്രൊജക്റ്റായിട്ട് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഡിസംബർ വെക്കേഷന് ശേഷം അത് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. നമഃ ശിവായ.